സൈഫ്, ഈ ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞാൽ കോൺഗ്രസ് മന്ത്രിമാർക്കുള്ള വകുപ്പുകൾ കൂടി ഉറപ്പായിട്ടുണ്ടോ, അതല്ല അതിലും ഇനി മാറ്റം വരുമോ? അജിംസ്, അതിനകത്ത് മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഞാനിപ്പോൾ പെട്ടെന്ന് ആലോചിച്ചത് അജിംസ് പറഞ്ഞ അവസാന വാചകം, ഈ മുഖ്യമന്ത്രിയെ മാധ്യമങ്ങളോട് സംസാരിക്കാത്ത മുഖ്യമന്ത്രി ക്യാബിനറ്റ് ബ്രീഫിംഗ് ഉണ്ടാവുമോ തുടങ്ങിയ കൗതുകരമായ ചോദ്യങ്ങളുണ്ട് കേട്ടോ അജിംസ്. അത് ഭയങ്കര രസകരമായ ഉത്തരങ്ങളാണ് അതിനകത്ത് കിട്ടേണ്ടിയിരിക്കുന്നത്. കാരണം എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഉമ്മൻചാണ്ടി ആയിരുന്നപ്പോൾ അതിനകത്ത് പത്രസമ്മേളനം നടത്തുമായിരുന്നു. പിണറായി വിജയനായപ്പോൾ അത് മാറി. പിന്നീട് മാധ്യമങ്ങളോട് സംസാരിക്കാത്ത മുഖ്യമന്ത്രി അത് മാറും എന്നൊക്കെ വിചാരിക്കാം. ഇനിയിപ്പോൾ മന്ത്രിസഭ രൂപീകരണത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വകുപ്പുകൾ സംബന്ധിച്ച് ഏകദേശ ധാരണയിലേക്ക് എത്തിച്ചേരുന്നേ ഉള്ളൂ കോൺഗ്രസ്. അത് ഇത് വി ഡി സതീശൻ ഇനിയിപ്പോൾ KPCC ആസ്ഥാനത്തേക്ക് എത്തിച്ചേരണം. അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നടക്കുമോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കും. അതുപോലെ തന്നെ CP ജോണിന് സഹകരണ വകുപ്പ് നൽകാനാണ് നിലവിൽ ഏകദേശ ധാരണ ആയിരിക്കുന്നത്. മുഖ്യമന്ത്രി ധനവകുപ്പിന് പുറമെ തുറമുഖവും കൈകാര്യം ചെയ്യും എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. സണ്ണി ജോസഫ് CP ജോണിന്റെ പേരിന് ഇപ്പം ഗതാഗതമാണ് ഇപ്പോൾ എഴുതി കാണിക്കുന്നത്. നമ്മൾ ഗതാഗതം എഴുതി കാണിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അത് സഹകരണം ആകാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോ നമുക്ക് ആദ്യഘട്ടത്തിൽ നടക്കുന്ന വിവിധ തരത്തിലുള്ള ചർച്ചകളാണല്ലോ അജിംസ്. ഇപ്പോൾ ഇന്നലെ സൈഫ്, അപ്പോൾ ഈ സഹകരണ വകുപ്പ് എന്നുള്ളത് CMPയുടെ ഒരു പരമ്പരാഗത വകുപ്പാണ്. പണ്ട് MVR കൈകാര്യം ചെയ്ത വകുപ്പാണ്. അത് തന്നെ നൽകും CP ജോണിന്. അങ്ങനെയാണ് നമുക്ക് ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒന്ന് തുറമുഖവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടന്നിരുന്നു. പക്ഷെ തുറമുഖം എന്നുള്ളത് നേരത്തെ അതൊരു പ്രധാനപ്പെട്ട വകുപ്പായിരുന്നില്ല. ഈ വിഴിഞ്ഞം തുറമുഖം വരുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട വകുപ്പായിരുന്നില്ല. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത്, അതായത് പിണറായിയുടെ ആദ്യ മന്ത്രിസഭയുടെ കാലത്ത് കടന്നപ്പള്ളി രാമചന്ദ്രൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ്. വിഴിഞ്ഞം വന്നതോടുകൂടി അതിന്റെ ലെവല് തന്നെ മാറിപ്പോയി. ആ വകുപ്പിന്റെ ലെവല് തന്നെ മാറിപ്പോയി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പായി, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായി അത് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തുറമുഖം നൽകേണ്ടതില്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യട്ടെ എന്നുള്ളതാണ് നിലവിലെ കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന ധാരണ. അദ്ദേഹത്തിന് പൊതുഭരണവും ധനവകുപ്പ് ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെ ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആളാണ് വി ഡി സതീശൻ. അദ്ദേഹത്തിന് ധനവകുപ്പ് കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആഭ്യന്തരം അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ട് ധനവകുപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ തുറമുഖവും നൽകുന്നുണ്ട്. തുറമുഖം ഇല്ലാത്തതുകൊണ്ട് സഹകരണം നൽകാം എന്നുള്ള ആലോചനയാണ് CMPയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. വിവിധ വകുപ്പുകൾ, വിവിധ ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടന്നു. ഇന്നലെ രാത്രി KPCC ആസ്ഥാനത്ത് നടന്ന ചർച്ചയിൽ RSPയോട്, ഷിബു ബേബി ജോണിനോട് കോൺഗ്രസ് പറഞ്ഞത് നിങ്ങൾ സിവിൽ സപ്ലൈസ് വകുപ്പ് ഇത്തവണ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ ഷിബു ബേബി ജോൺ അത് അംഗീകരിച്ചില്ല. അവർ പറയുന്നത് ഞങ്ങൾക്ക് 4 MLA-മാരുണ്ട് ഇത്തവണ, അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ പോലെയുള്ള പരിഗണന പോരാ, കുറച്ചുകൂടി കാര്യമായ വകുപ്പുകൾ നൽകണം. അത് ഊർജ്ജ വകുപ്പാണ് അവർ ചോദിച്ചത്. ഊർജ്ജ വകുപ്പ് ടൂറിസം ചോദിച്ചു. ഊർജ്ജ വകുപ്പ് എന്തായാലും കോൺഗ്രസ് കൊടുക്കില്ല. കാരണം കോൺഗ്രസിന്റെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് ഊർജ്ജ വകുപ്പ്. ആ വകുപ്പ് എന്തായാലും കോൺഗ്രസ് കൈമാറില്ല. അപ്പോൾ എങ്ങനെയാണ് അതിനകത്തൊരു ഫോർമുല ഉണ്ടാവുന്നതെന്ന് RSP നേതാക്കന്മാരോട് ഇന്നലെ സംസാരിച്ചപ്പോൾ കോൺഗ്രസ് തന്നെ അതിൻ്റെ ഒരു ഫോർമുല പറയട്ടെ, എന്തായാലും സിവിൽ സപ്ലൈസ് ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ തൊഴിൽ വകുപ്പ് കഴിഞ്ഞ തവണ കൈകാര്യം ചെയ്തിരുന്ന പോലെ തൊഴിൽ വകുപ്പിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് അതിനൊപ്പം മറ്റൊരു വകുപ്പ് കൂടി നൽകുക എന്നുള്ളതാണ്. ടൂറിസം ചോദിക്കുന്നുണ്ടെങ്കിലും ടൂറിസം ഒരു പ്രധാനപ്പെട്ട വകുപ്പായതുകൊണ്ട് കോൺഗ്രസ് അത് മാറ്റാൻ സാധ്യതയില്ല. AP അനിൽകുമാർ എക്സൈസ് ടൂറിസം എന്ന നിലയിൽ അങ്ങനെ ആ വകുപ്പ് അദ്ദേഹത്തിന് നൽകുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലവിലുണ്ടായിരിക്കുന്ന ധാരണ. പിന്നീട് അനൂപ് ജേക്കബ് കഴിഞ്ഞ തവണത്തെ പോലെ ടേം വ്യവസ്ഥയാണെങ്കിൽ പോലും ഭക്ഷ്യവകുപ്പ് വേണം എന്നുള്ള നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരുന്നു. അത് നൽകുമോ എന്നുള്ള ചോദ്യം നൽകുന്നു. കോൺഗ്രസിന്റെ മനസ്സിൽ അതല്ല, മറ്റേതെങ്കിലും ഒരു വകുപ്പാണ് അവർ നൽകാൻ ആലോചിക്കുന്നത്. കാരണം ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം 63 MLA-മാരുണ്ട് കോൺഗ്രസിന്. 63 MLA-മാരുണ്ടപ്പോൾ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് തന്നെ ഉണ്ട്. അവർക്ക് ഒരു ബാർഗൈനിങ് കപ്പാസിറ്റി മുന്നണിക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ടാണ് അവർ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കുന്നത്. റവന്യൂ വകുപ്പ് ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ്. ആ വകുപ്പ് സണ്ണി ജോസഫ് കൈകാര്യം ചെയ്യട്ടെ എന്നുള്ളതാണ് നിലവിലുണ്ടായിരിക്കുന്ന ധാരണ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രസക്തി വരുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുതിർന്ന നേതാവ് എന്ന നിലയിൽ സഭയിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹം റവന്യൂ ഒരു ഘട്ടത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്രയും സീനിയറായിട്ടുള്ള നേതാവിനെ അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ ഏത് വകുപ്പ് കൊടുക്കും എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. സ്പീക്കറായിട്ടൊരു മുതിർന്ന നേതാവ് തന്നെ വേണം എന്നുള്ളതാണ് വി ഡി സതീശന്റെ ആഗ്രഹം, അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിലെ ഒരു ധാരണ. അതിന് കാരണമായി അവർ പറയുന്നത് 35 പേർ മാത്രമേ ഉള്ളൂ പ്രതിപക്ഷത്തെങ്കിൽ പോലും BJP 3 പേർ വരുന്നുണ്ട്. അതിനകത്ത് 2 പേരെ വലിയ രീതിയിൽ, ഇത് മറ്റുള്ള 2 പേരെ കൊച്ചാക്കി പറയുന്നതല്ല കേട്ടോ, അത് കോൺഗ്രസ് നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നതാണ്.
രണ്ടുപേരെ നമുക്ക് കുഴപ്പമില്ല, മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷേ വി മുരളീധരൻ എന്ന് പറയുന്ന RSSകാരനായ രാഷ്ട്രീയക്കാരനെ കൈകാര്യം ചെയ്യണമെങ്കിൽ അത് പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെ സ്പീക്കർ സ്ഥാനത്തേക്ക് വരണം. അത് ഒരു പരിചിതമല്ലാത്തൊരു സ്പീക്കർ സ്ഥാനം പോലെ തന്നെ സേഫ് സ്പീക്കർ സ്ഥാനം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് BJPക്ക് 3 അംഗങ്ങളുള്ള നിയമസഭയിൽ ദേവസ്വം മന്ത്രി ആരെന്നുള്ള ചോദ്യം. അതെ, ആ വകുപ്പിനെ കുറിച്ച് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ജിംസ്. ആ വകുപ്പ് കോൺഗ്രസ് തന്നെ കൈയാളും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അത് ആര് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. BJP 3 പേർ ആയിട്ട് BJP വരുമ്പോൾ ആ ദേവസ്വം വകുപ്പ് ഒരു പ്രധാനപ്പെട്ട വകുപ്പാണ്. അത് ഞാൻ വിട്ടുപോയതാണ്, നേരത്തെ പറയുമ്പോൾ ഇതിനിടയിൽ വിട്ടുപോയതാണ്. അതിനുള്ളിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അത് ആര് കൈകാര്യം ചെയ്യണം സംബന്ധിച്ച് ആലോചന പോലും ഉണ്ടായിട്ടില്ലെന്നാണ് നമുക്ക് സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. അത് കൂടുതൽ കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ ആ വകുപ്പ് ആര് കൈകാര്യം ചെയ്യണമെന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേരുകയുള്ളൂ. എന്തായാലും VD സതീശൻ പറഞ്ഞ പോലെ ഇന്ന് ഉച്ചയ്ക്ക് അത് കൈമാറും, പട്ടിക കൈമാറും എന്നുള്ള അദ്ദേഹം തന്നെ പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് കൈമാറാൻ വേണ്ടിയുള്ള വലിയ തത്രപ്പാടാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്. വിവിധ സാമുദായിക സമവാക്യങ്ങൾ അടക്കം പരിഗണിച്ച്, വകുപ്പുകളുടെ വിഭജനം അടക്കം പരിഗണിച്ച് വേണം തീരുമാനമെടുക്കാൻ. പിന്നെ വലിയ തലവേദന ഇല്ലാതിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പോർട്ട്ഫോളിയോ ഇന്ന് തന്നെ നൽകണം എന്നില്ല. മന്ത്രിമാരുടെ പേര് നൽകിയാൽ മതിയാലും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഒരു ദിവസത്തിനുള്ളിൽ മാത്രം പോർട്ട്ഫോളിയോ നൽകിയാൽ മതിയാകും. പക്ഷേ ഘടകകക്ഷികളുടെ വകുപ്പുകൾ ഏത് എന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാകണം. ഇപ്പോൾ മന്ത്രി വന്ന് അധികാരം ഏറ്റെടുക്കുമ്പോൾ ബോർഡൊന്നും വെക്കണം എന്ന് നിർബന്ധവുമില്ല. കാരണം ഇന്ന മന്ത്രിയാണ് എന്നുള്ളത്